ഉംറ നിർവഹിക്കുവാൻ ഒരുങ്ങുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇനി നമ്മൾ ഉംറ പറയും. ഉംറ പറഞ്ഞ് ഇന്ന് നിർത്തും. നാളെ സിയാറത്ത്, ഹജ്ജ്, അതേപോലെ ജംഅ ഖസർ. ഹജ്ജിന് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ജംഅ ഖസർ. നിസ്കാരം ജമ്മാക്കുക, ഖസറാക്കുക. അതേപോലെ തയമ്മും ആവശ്യമായ സമയം വന്നാൽ നമ്മൾ എന്തു ചെയ്യും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ 4 വിഷയങ്ങളും നമ്മൾ നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 12 മണിയാകുമ്പോഴേക്ക് എത്തിച്ചേരുക. നിങ്ങൾക്കിവിടെ ഭക്ഷണം സൗകര്യപ്പെടുത്തുന്നതാണ്. 1:30 മണിയാകുമ്പോൾ നാളെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 1:30 തുടങ്ങിയ 2:30, 3:30, 4:30, 5:30, 4 മണിക്കൂർ. 6 മണിയാകുമ്പോഴേക്കും നമുക്ക് പിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോഴേക്ക് പിരിഞ്ഞു പോകാം. നിസ്കരിക്കാനുള്ള സൗകര്യം സഹോദരിമാർക്ക് ഇവരെ തന്നെ ചെയ്യും. 5 മണിക്കൂർ നാളെ നമുക്ക് കിട്ടിയാൽ ഈ വിഷയങ്ങളൊക്കെ ഒരു ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞ് തീർക്കാൻ നമുക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇനി ഉംറയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഭക്ഷണമൊക്കെ കഴിച്ച സമയമായതുകൊണ്ട് ഉറക്ക് വരാൻ സാധ്യതയുണ്ട്. ഉംറ ചെയ്യുന്ന സമയത്ത് ഉറങ്ങിയാൽ വീഴും, ഉറപ്പാണ്. കാരണം തവാഫിൽ ഉറങ്ങിയാൽ വീണുപോകും. സഅയിൽ ഉറങ്ങിയാൽ വീഴും. സഅയിൽ ഉറങ്ങിയിട്ട് വീണിട്ട് തൊടയുടെ ചണ്ണയില്ലിന് പരിക്ക് പറ്റിയ ആളുണ്ട്, ഉറങ്ങിപ്പോയതാണ്. സഅയി ചെയ്യുന്ന സമയത്ത് അത്ര ക്ഷീണത്തിലായിരുന്നു സഅയി. ഇവിടെ നിന്ന് ഉറങ്ങിയാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ കസാലയടക്കം നിലത്തേക്കും. അപ്പൊ അതുകൊണ്ട് നല്ല ഉഷാറോടുകൂടെ ഇരിക്കണം. നേരെ ഉംറ പറഞ്ഞ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. ഒരു 3:30 മണിയാകുമ്പോഴേക്ക് ഇന്ന് ഞാൻ നിങ്ങൾ ഒഴിവാക്കി തരും. അതിനു പകരം നിങ്ങൾ നാളെ 11:30, 12:30 രാവിലെയുള്ള 2 മണിക്കൂറും ഇന്നത്തെ 1 മണിക്കൂറും 3 മണിക്കൂർ നിങ്ങൾ എക്സ്ട്രാ നാളെ എനിക്ക് തരണം. അപ്പൊ നമുക്കിത് ഇൻഷാ അല്ലാഹ് പൂർത്തിയാക്കാൻ കഴിയും. അല്ലാഹു നല്ല രീതിയിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹജ്ജ് ക്യാമ്പിലാണ്. ക്യാമ്പിൽ വെച്ച് നിങ്ങൾക്ക് യാത്രക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവിടെ വെച്ച് നിങ്ങൾക്ക് പലരും നൽകും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, മക്കയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താണ് നമ്മൾ പോകേണ്ടത്. അപ്പോ നമ്മൾ ആദ്യമായി മക്കയിലേക്കാണ് പോകുന്നതെന്ന് വെക്കുക. ഹജ്ജ് ക്യാമ്പിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ വച്ച് യാത്രാരേഖകൾ നിങ്ങൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ, യാത്രാരേഖകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നൽകിയ പാസ്പോർട്ടിൽ വിസയടിച്ച്, അതേപോലെ ഹജ്ജിനാവശ്യമായ DD, യാത്രക്കാവശ്യമായ ബോർഡിംഗ് പാസ് എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് അവിടെ വെച്ച് നൽകും. അതെല്ലാം കൈപ്പറ്റി അവിടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ് മാത്രമല്ല, മക്കയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സൗദി റിയാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് തരും. ഇതൊക്കെ ഗവൺമെന്റ് ഹാജിമാരോടാണ് പറയുന്നത്. പ്രൈവറ്റ് ഹാജിമാരാണെങ്കിൽ നിങ്ങൾ അടച്ച തുകയൊക്കെ ആ പാക്കേജിന് നിങ്ങളുടെ ഭക്ഷണം, യാത്ര എല്ലാം അടക്കമുള്ള സംഖ്യയായിരിക്കും. അങ്ങനെയാണ് സാധാരണ ഗ്രൂപ്പുകൾ വാങ്ങാറുള്ളത്.
എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ ആവശ്യത്തിന് പണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പണം കയ്യിൽ കരുതിയാൽ മതിയാവും. ഒരു 10,000, 15,000, 20,000, 25,000 നിങ്ങൾക്ക് എത്ര ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പണം കയ്യിൽ കരുതാവുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് മുഖേന മാറ്റി രേഖ സഹിതം കയ്യിൽ വെക്കാം. അല്ലെങ്കിൽ പോകുന്ന പോക്കിൽ ബാങ്കിൽ വെച്ച് മാറാം, എയർപോർട്ടിൽ വെച്ച് മാറാം, മക്കത്ത് വെച്ച് മാറാം, മദീനത്ത് വെച്ച് മാറാം. ഇതൊക്കെയുള്ള എക്സ്ചേഞ്ച് സൗകര്യങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ക്യാമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ ഉംറക്കാണ് ആദ്യമായി മക്കയിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്താകും പോവുക. അപ്പൊ നമ്മൾ ആദ്യമായി ഉംറ നിർവഹിക്കേണ്ട രീതി എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് ചെയ്തു കാണിച്ചു തരികയാണ്. ചെയ്തു കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ അത് മനസ്സിൽ കൊത്തിവെക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ കോർത്തെടുക്കാൻ ഏറെ സഹായകമാകും. ഉംറ 4 കർമ്മങ്ങളാണ്. ഇഹ്റാം, തവാഫ്, സഅയ്, മുടിമുറിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഉംറ പൂർത്തിയാവും. ഒന്നാമത്തത് ഇഹ്റാമാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടുക എന്ന് പണ്ട് പറയാറുണ്ട്. ഇഹ്റാം ചെയ്യുക. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉംറ ചെയ്യാൻ ഞാൻ കരുതി എന്ന നിയ്യത്താണ്. മനസ്സിൽ കരുതലാണ് നിയ്യത്ത്. പറയൽ സുന്നത്തേ ഉള്ളൂ. ഉംറ ചെയ്യാൻ കരുതി എന്ന കരുത്തിനാണ് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഇഹ്റാമിന് മുമ്പ് ഇഹ്റാമാണ് ഉംറയുടെ ഒന്നാമത്തെ കർമ്മം. ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ സുന്നത്താണ്. അതിൽ ഒന്ന് ഇഹ്റാമിന് വേണ്ടി കുളിക്കുക എന്നതാണ്. ഈ കുളിയാണ് എയർപോർട്ടിൽ വെച്ച് കുളിക്കാൻ നമുക്ക് സൗകര്യം ലഭിക്കാത്തത് കൊണ്ട് ലഭിക്കുന്ന ഏറ്റവും അടുത്ത സൗകര്യത്തിൽ വെച്ച് നമ്മൾ നിർവഹിച്ചത്. ഒന്നുകിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വഴിയിൽ മറ്റെവിടെയെങ്കിലും അതിന് സൗകര്യം ലഭിക്കുമെങ്കിൽ അവിടെ വെച്ച്, ഇല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പുറപ്പെടുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി. അപ്പൊ കുളി നമ്മുടേത് കഴിഞ്ഞു. രണ്ടാമത്തത് ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നതാണ്. അതും സുന്നത്താണ്. ഈ ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്ത് എവിടെ വെച്ചാണ് നിർവഹിക്കുക? നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പിൽ വെച്ച് നിസ്കരിക്കാം. ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട് എയർപോർട്ടിനകത്ത് വെച്ച് എമിഗ്രേഷൻ കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഹാളുണ്ട്, അവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം. കോഴിക്കോട് എയർപോർട്ടിൽ ഈ ഹാളിനകത്ത് നിസ്കരിക്കാനുള്ള സൗകര്യം പ്രത്യേകമുണ്ട്. ഈ പറയുന്ന ഏത് സ്ഥലത്ത് വെച്ചും നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ്. നിബന്ധന ഒന്നേ ഉള്ളൂ. എന്താ നിബന്ധന? മക്കയിലേക്ക് ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ ഉദ്ദേശിച്ചു പോകുന്ന ആൾ മീഖാത്ത് വിട്ടുകിടക്കുന്നതിന് മുമ്പ് ഇഹ്റാം ചെയ്തേ വിട്ടുകിടക്കാവൂ. അപ്പൊ എന്താണ് മീഖാത്ത്? ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ഉറക്ക് വരുന്ന സമയത്താണ് നമ്മളിത് പറയുന്നത്. വേഗം പറഞ്ഞു പോവുകയാണ്. മനസ്സിലാവാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അവസാനം നിങ്ങൾ ചോദിക്കണം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ സമയസംബന്ധമായി ഇഹ്റാം ചെയ്യാൻ സമയസംബന്ധമായ മീഖാത്തുണ്ട്, സ്ഥലസംബന്ധമായ മീഖാത്തുണ്ട്. സമയസംബന്ധമായ മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഉംറയ്ക്ക് ഏതു സമയത്തും ഇഹ്റാം ചെയ്യാം. ഹജ്ജിന് ശവ്വാല്, ദുൽഖഅദ്, ദുൽഹിജ്ജ 10 ഈ ദിവസങ്ങളിൽ ഏത് ദിവസവും ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. ഇതാണ് സമയസംബന്ധമായ മീഖാത്ത്. സ്ഥലസംബന്ധമായ മീഖാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കഅബയുടെ ചുറ്റും വ്യത്യസ്തമായ ദൂരപരിധികളിൽ 5 സ്ഥലങ്ങളുണ്ട്. ആ 5 സ്ഥലങ്ങൾ ഏതു ഭാഗത്തുകൂടെയാണോ മക്കയിലേക്ക് ആള് വരുന്നത്, ആ വരുന്ന ആൾ അയാൾ കടന്നു വരുന്ന ഭാഗത്തുകൂടെയുള്ള ഈ പറയുന്ന നിർണിതമായ 5 സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ വിട്ടുകിടക്കുമ്പോൾ ഇഹ്റാം ചെയ്തല്ലാതെ വിട്ടുകിടക്കാൻ പാടില്ല. അതാണ് സ്ഥലസംബന്ധമായി മീഖാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന് ദുൽഹുലൈഫ,
പഴയ കാലത്ത് ദുൽഹുലൈഫ എന്നറിയപ്പെട്ടിരുന്ന മീഖാത്ത് ഇപ്പോൾ അബിയാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്നു. മദീനയുടെയും മദീനയുടെ ഭാഗത്തുകൂടെ വരുന്ന ആളുകളുടെയും മീഖാത്ത് അതാണ്. ജുഹ്ഫ മറ്റൊരു മീഖാത്താണ്. പലപ്പോഴും ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് ജുഹ്ഫ മീഖാത്തിന് നേരെയാണ് നമ്മൾ യാത്ര ചെയ്യാറുള്ളത്. ഫ്ലൈറ്റിൽ ഇത് എഴുതി കാണിക്കും. അതേപോലെ യലംലം മറ്റൊരു മീഖാത്താണ്. ഇങ്ങനെയുള്ള 5 സ്ഥലങ്ങളുണ്ട് കഅബയുടെ ചുറ്റുഭാഗങ്ങളിൽ, പ്രത്യേക ദൂരപരിധികളിൽ. ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു മക്കയിലേക്ക് വരുന്ന ആൾ ആ സ്ഥലം വിട്ടുകിടക്കുമ്പോൾ ഇഹ്റാം ചെയ്തല്ലാതെ വിട്ടുകിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യുന്ന ലാസ്റ്റ് പോയിന്റാണ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാം ആവൽ സുന്നത്താണ്. മീഖാത്തിന് മുമ്പ് ഇഹ്റാം ചെയ്യാം. മീഖാത്തിന് മുമ്പ് എവിടെ വെച്ചും ഇഹ്റാം ചെയ്യാം, അത് അനുവദനീയമാണ്. എയർപോർട്ടിൽ ഇഹ്റാം ചെയ്യാം, ക്യാമ്പിൽ ഇഹ്റാം ചെയ്യാം, നമ്മുടെ വീട്ടിൽ വെച്ച് പോലും ഇഹ്റാം ചെയ്ത് ഇറങ്ങാവുന്നതാണ്, വിരോധമില്ല. പക്ഷേ നമ്മൾ സാധാരണ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ 10 കാര്യങ്ങൾ നിഷിദ്ധമാണ്. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ആ 10 കാര്യങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക എന്നത് പ്രയാസമായതുകൊണ്ട് സാധാരണ നമ്മൾ ഫ്ലൈറ്റൊക്കെ പൊങ്ങി ഇനി ഏകദേശം പോകുന്നൊക്കെ ഒരു ധാരണ നമ്മൾ വരുമ്പോഴാണ് സാധാരണ ഇഹ്റാം ചെയ്യാറുള്ളത്. ഇനി ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഈ മീഖാത്തിന് നേരെ എത്തുമ്പോൾ, ഹാജിമാർ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് ആകുമ്പോൾ സാധാരണ രീതിയിൽ അനൗൺസ് ചെയ്യും, 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മീഖാത്തിന് നേരെ എത്തും, ഹാജിമാർ ഇഹ്റാമിനായി റെഡിയാവുക. ഫ്ലൈറ്റിൽ വെച്ച് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് ചെയ്താലും മതി. പക്ഷെ ആ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോരുത്, ഉറങ്ങിപ്പോയ ബുദ്ധിമുട്ടാവും. പിന്നെ നല്ല ബിരിയാണിയൊക്കെ അടിച്ചു മാറിയിട്ട് കൂർക്കം വലിച്ചുറങ്ങുക. ഈ അനൗൺസ് ഒന്നും കേട്ടിട്ടില്ല. അങ്ങനെ മീഖാത്ത് നമ്മൾ അറിയാതെ വിട്ടുകടന്നു പോകുമെന്ന ഭയമുണ്ടെങ്കിൽ മീഖാത്തിന് മുമ്പ് വെച്ച് നമുക്ക് ഇഹ്റാം ചെയ്യാം, എവിടെ വെച്ചും ഇഹ്റാം ചെയ്യാം. ഈ 2 റക്അത്ത് ഇഹ്റാമിന് വേണ്ടിയുള്ള നിസ്കാരം നമുക്ക് എയർപോർട്ടിനകത്ത് വെച്ചോ ക്യാമ്പിൽ വെച്ചോ ചെയ്യാവുന്നതാണ്. നിയ്യത്ത് ചെയ്യേണ്ടത് ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്ത് നമസ്കാരം ഖിബിലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവും ഓതി നിസ്കരിക്കുക. സലാം വീട്ടുക. അവിടെ തന്നെ ഇരുന്ന് ഒരു ചെറിയ ദുആ നടത്തുക. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്നു. അച്ചടക്കത്തോടെയാകണം കയറേണ്ടത്. സാധാരണ കേരളത്തിൽ ഈ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഹാജിമാരുടെ ഫ്ലൈറ്റ് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും പറയാറുണ്ട്, ക്യാ ഹാജി ഹേ, ക്യാ ഏ ഹാജി ഹേ, ഇതാ ഇവല് ഹാജിയാ. ഭയങ്കര ഒച്ചും പുളി നായാട്ടും കുലുമാലും കഥ പറയണ്ട. പണ്ടൊരാൾ പറഞ്ഞോളൂ, നേവേ മുന്നേ പോയി കയറിക്കോ, സീറ്റ് കിട്ടൂല, നിൽക്കേണ്ടി വരും. അപ്പൊ മൂപ്പര് കരുതി ആദ്യം കയറാഞ്ഞാ പിന്നെ കമ്പി പിടിച്ച് നിൽക്കേണ്ടി വരുമെന്നാണ്. അങ്ങനൊരു സ്വഭാവമല്ല. എല്ലാ ആളുകളും ഫ്ലൈറ്റിൽ ഇരുന്നേ പോകൂ, സീറ്റില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അതാണ് സാധാരണ ഫ്ലൈറ്റിന്റെ സ്വഭാവം. അങ്ങനെയാണ്. അപ്പൊ ധൃതി പിടിക്കണ്ട. നമ്മുടെ കയ്യിലുള്ള ബോർഡിംഗ് പാസിൽ ഉണ്ടാവും നമ്മൾ ഇരിക്കേണ്ട സീറ്റിന്റെ നമ്പർ ഏതാ. 26F എന്ന് കണ്ട 26F പോയി ഇരിക്കാവും. ചിലപ്പോൾ നിങ്ങളെ ഭാര്യ വേറെ സ്ഥലത്താവും, ബേജാറാവും ചെയ്യേണ്ട, എല്ലാവരും മക്കത്താണ് എത്തുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ബേജാറുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്ലൈറ്റിൽ അവിടെ തന്നെ ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ആരാ പോയി ഇരിക്കണം നോക്കുക. ഓനോട് പറയാം, ഇതിന്റെ ഭാര്യയാണ്, ഞാൻ അങ്ങോട്ട് ഇരുന്നോട്ടെ, നിങ്ങൾ ബേക്കോട്ട് പോയി ഇരുന്നോളൂ എന്ന് ചോദിക്കാം. അഡ്ജസ്റ്റ് ചെയ്യാം. ഹാജി എപ്പോഴും അച്ചടക്കമുള്ള ആളാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സംസ്കാരം ഏതു ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു. ഇപ്പൊ ഇഹ്റാമിന്റെ നിസ്കാരവും നമ്മൾ നിർവഹിച്ചു. നിയ്യത്ത് വെച്ചിട്ടില്ല കേട്ടോ. നിയ്യത്ത് ഞാൻ പറഞ്ഞ എവിടെ നിങ്ങൾക്ക് വെക്കാം. ഞാൻ ഒരു രീതി പറയുന്നു എന്നേ ഉള്ളൂ. ഫ്ലൈറ്റിൽ കയറി. ഇപ്പൊ ഇഹ്റാമിന് മുമ്പുള്ള 2 കാര്യവും നമ്മൾ ചെയ്തു. ഇഹ്റാമിന്റെ കുളി ചെയ്തു, ഇഹ്റാമിന്റെ നിസ്കാരവും ചെയ്തു. ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റ് പൊങ്ങി. ഫ്ലൈറ്റിൽ കയറുമ്പോൾ വാഹനത്തിൽ കയറാനുള്ള ദിക്റുകളൊക്കെ ചെല്ലുക. എന്നിട്ട് ഫ്ലൈറ്റിൽ കയറിയിരിക്കുക. ഇതിങ്ങനെ പോലാണ്. ഈ മലേഷ്യയിൽ നിന്നിട്ട് ഫ്ലൈറ്റ് പൊങ്ങിയമാതിരി പൊങ്ങിയതാണെങ്കിലോ പിന്നെ ഒരു അഡ്രസ് ഉണ്ടാവില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് പോലും 239 കുടുംബങ്ങൾ തങ്ങളുടെ മക്കൾ എന്തായിപ്പോയി, ഭാര്യ എന്തായിപ്പോയി, ഭർത്താവ് എന്തായി, തന്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തായി, അമ്മ എന്തായി എന്നറിയാതെ 239 കുടുംബങ്ങളും മറുപടിയില്ലാതെ അന്താളിച്ച് നിൽക്കുകയാണ്. ഇതാണോ ഈ ഫ്ലൈറ്റ് യാത്രന്റെ കഥ? ബേജാറുണ്ടോ? ഉണ്ടോ?
ഈ കഴിഞ്ഞപ്പോൾ കുറച്ചു മുമ്പ് മഴക്കാലം തുടങ്ങി അന്ന് ഒമാനിന്നോ ഖത്തറിന്നൊക്കെ തിരിച്ചു വരുന്ന സമയത്താണ്, അല്ല ദുബായിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബേജാറായിപ്പോയി. ഫ്ലൈറ്റ് മഴക്കാറിലൂടെ ബേജാറായിട്ട് എന്താ കാര്യം? ബേജാറായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ചെല്ലാനുള്ള ദിക്റൊക്കെ ചെല്ലി മട്ടത്തിലാവണം ഇരിക്കേണ്ടത്. ഞാനതെല്ലാം ആലോചിക്കണം. ആ സമയത്ത് ഫ്ലൈറ്റ് താവും പൊങ്ങും ഒക്കെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര വിഷമത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും വേഗന്നുണ്ട് കുറച്ചാൾക്കാരിങ്ങനെ ഇതിപ്പോ കട്ടപ്പുറത്ത് കയറിയാണ്. ഒരു തമാശ പറയാൻ, ഒരു സെക്കൻഡ് ഇത് പഴിച്ചാൽ ഇത് നേരെ താഴേക്കാ വീഴുക. യാതൊരു അഡ്രസ്സും ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കുറെ ഫ്ലൈറ്റ് അപകടങ്ങളായി തുടർച്ചയായി കേൾക്കുന്നു. അള്ളാഹു സലാമത്താക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ ചെല്ലാനുള്ള ദിക്റുകളൊക്കെ ചെല്ലി നമ്മൾ ഇരിക്കുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം തരും, അടിച്ചു മാറി തിന്ന. കാരണം വേറെ ഭക്ഷണമൊന്നും കിട്ടൂല. എനിക്ക് ഈ ബിരിയാണി ഒന്നും കഴിച്ച ശീലമില്ല. ഞാൻ നല്ല നാദാപുരം ബിരിയാണി എനിക്ക് പരിചയമുള്ളൂ, നല്ല ടയർ തിന്നേ പരിചയമുള്ളൂ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിലത് കിട്ടില്ല. ടയറില്ല നിങ്ങളെ അല്ലേ? ടയർ പത്തിരി ടയർ തന്നെയാണ് ശരിക്കും. അത് മറ്റേ JCB ടയറാന്നിട്ട് പറയേണ്ടി വരുന്നു. സാധാ ടയർ, ഓട്ടോറിക്ഷന്റെ ടയറൊന്നുമല്ല, വലിയ കട്ടിയുള്ള ടയറാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഏത് ഭക്ഷണം കിട്ടുന്നോ ഭക്ഷണം കഴിച്ചോളാം. കാരണം പിന്നെ എയർപോർട്ടിൽ ഭക്ഷണം കിട്ട ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ഭക്ഷണം കിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ യാത്ര ശിക്ഷയുടെ ഭാഗമാണ്. യാത്രക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. യാത്രയെ നമുക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കഴിച്ച് നിങ്ങൾക്ക് ഉറങ്ങൂല എന്നൊക്കെ തോന്നാണ്, നിങ്ങൾ നല്ല ഉഷാറിലിരിക്കുക. മീഖാത്തിലെത്തുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് വരും ഫ്ലൈറ്റിൽ നിന്ന്. 15 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ മീഖാത്ത്, അരമണിക്കൂർ തന്നെ പറയും. അരമണിക്കൂർ കഴിഞ്ഞാൽ മീഖാത്ത്, പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ പറയുക 15 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരു 5 മിനിറ്റ് ആവുന്ന സമയത്ത് പറയുന്നത് 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ മീഖാത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ആ സമയത്ത് നിങ്ങളൊക്കെ ഇഹ്റാമിന് റെഡി ആയി നിൽക്കുക. ഇഹ്റാം ചെയ്യാൻ വുദൂ നിർബന്ധമില്ല. വുദൂ ഇഹ്റാമുള്ള സമയം, ഇഹ്റാം ചെയ്യുമ്പോൾ വുദൂ സുന്നത്തുള്ള സമയത്ത് ഉണ്ടാവുക എന്നുള്ള നിർബന്ധമില്ല. ഇഹ്റാമിന് ശുദ്ധി നിർബന്ധമേ ഇല്ല. ഒരു സ്ത്രീക്ക് മെൻസസ് ഉള്ള സ്ത്രീയാണ്, ആ സ്ത്രീ എന്ത് ചെയ്യും? ഇഹ്റാം ചെയ്യണം. അശുദ്ധിയുള്ള സ്ത്രീയാണ്, ആ സ്ത്രീ ഇഹ്റാമിന്റെ നിസ്കരിക്കണ്ട, പക്ഷെ ഇഹ്റാം ചെയ്യണം. കാരണം എന്തുകൊണ്ട്? മക്കയിലേക്ക് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ചു പോകുന്നാൽ ഇഹ്റാം ചെയ്തല്ലാതെ മീഖാത്ത് വിട്ട് കിടക്കാൻ പാടില്ല. അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് അനൗൺസ് വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ആ സമയം ആ സ്ഥലം എത്തുന്ന സമയം നമ്മൾ നിയ്യത്ത് ചെയ്യാം. എന്താ നിയ്യത്ത് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നമ്മളാരും നിയ്യത്ത് ചെയ്യല്ല, പ്രാക്ടീസിന് വേണ്ടി പറയാന്ന് മാത്രമേ ഉള്ളൂ. പറയല് സുന്നത്തേ ഉള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
അപ്പൊ ഇഹ്റാമിന്റെ നിയ്യത്ത് അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ രൂപമാണ്. നിയ്യത്ത് ചെയ്തു പടച്ചോനെ ഉംറ ചെയ്യാൻ ഞാൻ കരുതി, അത് കഴിഞ്ഞാൽ 3 തൽബിയത്ത് ചൊല്ലുക. നമ്മളിപ്പോ ചൊല്ലിയ പോലെ ഇബ്രാഹിം സ്വലാത്ത് ചൊല്ലുക. പുണ്യ നബിയുടെ മേൽ ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് നമ്മൾ ചൊല്ലിയത്. അത് കഴിഞ്ഞിട്ട് ദുആ ചെയ്യാം. ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദുആയാണ് നമ്മൾ ചൊല്ലിയത്. ഒന്ന്, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയ ഹസന, ദുനിയാവിൽ നീ ഞങ്ങൾക്ക് നല്ലത് തരണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നല്ലത് നൽകണം. വഖിനാ അദാബന്നാർ. എല്ലാ കാര്യവും ഉൾപ്പെട്ട ദുആയാണത്. അത് പഠിച്ചു വെക്കണം നിങ്ങൾ. അത് ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന, അല്ലാഹുവേ നിന്നോട് നിന്റെ തൃപ്തിയും സ്വർഗ്ഗവും ഞങ്ങൾ ചോദിക്കുന്നു. വനഊദു ബിക മിൻ സഖതിക വന്നാർ, നിന്റെ കോപത്തിൽ നിന്നും നരകത്തിൽ നിന്നും നിന്നോട് ഞങ്ങൾ കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹ്, ഈ 2 ദുആ ചൊല്ലുക. അപ്പൊ അതിനോടനുബന്ധമായി ചെയ്യേണ്ട എല്ലാ കാര്യവും പൂർണ്ണമായി. ഇതാണ് ഇഹ്റാമിന്റെ നിയ്യത്ത്, ഉംറയുടെ ഇഹ്റാമിന്റെ നിയ്യത്തിന്റെ രീതി. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു ക്യാമ്പിൽ വെച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ക്യാമ്പിൽ വെച്ചാണ് നമ്മൾ ഇഹ്റാമിന്റെ നിസ്കാരം നിർവഹിക്കണമെന്ന് വെക്കുക. എന്നാ നിങ്ങൾ അതിനു മുമ്പ് ഇഹ്റാമിന്റെ വേഷം ധരിക്കുക. എവിടെ വെച്ചാണോ നിങ്ങൾ ഇഹ്റാമിന്റെ നിസ്കാരം നിർവഹിക്കുന്നത്, അതിനു മുമ്പ് ഇഹ്റാമിന്റെ വേഷം ധരിക്കണം. പുരുഷന്റെ ഇഹ്റാമിന്റെ വേഷം എന്താണ്? പുരുഷന്റെ ഇഹ്റാമിന്റെ വേഷം ഒരു തുണി ഉടുക്കുക, ഒരു തുണി പുതക്കുക. ഇതാണ് പുരുഷന്റെ ഇഹ്റാമിന്റെ വേഷം. വലത്തോട്ടോ എടുത്തോട്ടോ തുണി ഉടുക്കണ്ടേ? ഈ തുണി ഉടുത്ത് ശീലമില്ലാത്ത ചില ആളുകളുണ്ടോ? ഒരു തുണി ഉടുത്ത് ശീലിക്കണം, നല്ലതാണ്. രാത്രിയൊക്കെ ഒന്ന് തുണി ഉടുത്ത് ശീലിച്ചു ഉടുത്തു. ഒരു തുണി ഉടുക്കുന്നു, ഒരു തുണി പുതക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇഹ്റാമിന്റെ വേഷം. ഇഹ്റാമിന്റെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ തലമറക്കണതിന് വിരോധമില്ല. കാരണം നിയ്യത്തു ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നിയ്യത്തു ചെയ്ത് കഴിയുമ്പോഴാണ് ഒരാൾ ഇഹ്റാമിലേക്ക് കടക്കുന്നത്. ഇഹ്റാമിന്റെ നിസ്കാരമൊക്കെ നിർവഹിച്ചു, ഫ്ലൈറ്റിൽ കയറി, ഒന്ന് ഉഷാറായിട്ടിരുന്നു. മീഖാത്തിൽ എത്തുന്നതിന് മുമ്പ് അവൻ നിയ്യത്ത് ചെയ്യുന്നു. ഇതിന് മുമ്പ് തലയിൽ സാധനം എടുക്കണം. അതിന് മുമ്പ് അതിൽ തലയിൽ നിന്ന് സാധനം എടുക്കണം. പുരുഷൻ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ തലമറക്കൽ നിഷിദ്ധമാണ്. ഇപ്പൊ ഇഹ്റാമിന് നിയ്യത്ത് ചെയ്തു, ഫ്ലൈറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ ജിദ്ദ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ജിദ്ദ എയർപോർട്ടിൽ കുറച്ച് പണിയുണ്ട്, എമിഗ്രേഷൻ ഉണ്ട്, അതിനോടനുബന്ധമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുണ്ട്. അപ്പൊ ചില സമയം 2 മണിക്കൂറോ 3 മണിക്കൂറോ 4, 5, 6, മിക്കവാറും നിങ്ങൾ വരുന്ന അവസാനത്തെ വേച്ചൊക്കെ ഒരു 8 മണിക്കൂറൊക്കെ എയർപോർട്ടിൽ നിൽക്കാനുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യമേ മനസ്സിലുണ്ടാകണം. അവിടുത്തെ കാര്യങ്ങൾ എത്ര സ്പീഡിൽ ചെയ്തു തീർക്കുന്നു അത്രയും സ്പീഡിൽ പുറത്തു പോകാൻ പറ്റും. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒരു സാധാരണ ചെയ്യാറുള്ളത് കസാലയിട്ടിട്ട് ആളുകളെ ഇരുത്തും. 48 പേരുള്ള ഓരോ കസാലയുടെ ഗ്രൂപ്പ് ഉണ്ടാവും, ചെയർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ആളുകളെ കൊണ്ടുപോയി ഇരുത്തും. അപ്പൊ നിങ്ങൾ അതിൽ പോയി ഇരുന്നാൽ 48 പേര് ഓരോ ബസ്സിൽ ഇങ്ങനെ കയറ്റി വിടല മക്കയിലേക്ക്. ഈ ബസ്സുകാർ നമ്മുടെ മുത്തവ്വിഫിന്റെ ഓഫീസിൽ നമ്മളെ കൊണ്ടുപോകും. അവിടുന്ന് അവരുമായി ബന്ധപ്പെട്ട ഒരാൾ കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് ഏതാണെന്ന് അവരുടെ കയ്യിൽ അതിന്റെ നിർദ്ദേശം ഉണ്ടാവും. ആ ബിൽഡിംഗിലേക്ക് നമ്മളെ കൊണ്ടുപോയി അവിടെ വിടും. നമ്മുടെ ബിൽഡിങ്ങിന് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എയർപോർട്ട് സംബന്ധമായ കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് കൃത്യമായി നിങ്ങൾ പാലിക്കണം, ചെയ്യണം. മാത്രമല്ല യാത്രാരേഖകൾ ഒന്നുപോലും കളഞ്ഞു പോകരുത്. പാസ്പോർട്ട് കളഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യമൊക്കെ ദുഷ്കരമാവും. നല്ല ബോധമുണ്ടാകണം എന്നർത്ഥം. അപ്പൊ നമ്മളത് കഴിഞ്ഞ് നമ്മുടെ ബിൽഡിങ്ങിന് മുമ്പിൽ മക്കത്ത് ബസ് കൊണ്ടുപോയി നിർത്തും. നമുക്ക് നൽകപ്പെടുന്ന നിർദ്ദേശിക്കപ്പെടുന്ന റൂമുകളിൽ നമ്മൾ പോയി നമ്മുടെ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്താ അറിയാം? അത്യാവശ്യം നമുക്ക് ബാത്റൂമിൽ പോകാനോ മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ് വുളൂ ചെയ്ത് ചായയോ വെള്ളമോ എന്താ നമ്മൾ ഉള്ളത് കഴിച്ചു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉംറയുടെ 2ാമത്തെ കർമ്മം നിർവഹിക്കുവാനായി ഹറമിലേക്ക് പുറപ്പെടണം. ഉംറ 4 കർമ്മങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്, 4 മുടി മുറിക്കുക. നിങ്ങൾ താമസിക്കുന്നത് ഗവൺമെന്റ് ഗ്രൂപ്പിൽ 10 ആളുകളും അസീസിയ കാറ്റഗറിയിലാവും. അസീസിയ കാറ്റഗറി എന്നാകുമ്പോൾ ബസ്സായിരിക്കും. അസീസിയയിൽ നിന്ന് ബസ് മാർഗം വരണം മക്കയിലേക്ക്. അവർ നിർദ്ദേശിക്കപ്പെടുന്ന സമയത്തുള്ള ബസ്സിൽ കയറി
മക്കയോട് അടുത്തുള്ള സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ ഹറമിലേക്ക് നടക്കുക. ഒറ്റക്ക് പോകാതിരിക്കലാണ് നല്ലത്. കൂടെ എപ്പോഴും അങ്ങനെയല്ല, ഒറ്റക്ക് പോയി വഴിതെറ്റിയ ബേജാറായി തലകറങ്ങി വീണുപോകും. എന്നാ രണ്ടാളുകൾ ഒരുമിച്ചുണ്ടെന്ന് വെക്കുക, എന്നാ ഓനുണ്ടല്ലോ കൂടെ എന്നൊരു സമാധാനം ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ റൂമിലുള്ള ആളുകൾ ഒന്നിച്ചു പോകലും വരലുമായിരിക്കും സൗകര്യം. അതിനെന്തു ചെയ്യണം വെച്ചാല്, റൂമുള്ള ആള് കൂട്ടണമെങ്കിൽ നമ്മളും നല്ല സ്വഭാവത്തിൽ നിൽക്കണം. ഇല്ലെങ്കിൽ തോന്നണ്ട ഈ ചങ്ങായിനെ കൂട്ടി പോയാൽ ഞാൻ ഹലാക്കാവും ഇടങ്ങാറാവുമെന്ന് മറ്റോന്ന് തോന്നിയാൽ കൂട്ടൂല. അപ്പൊ നമ്മളും നല്ല നിലക്ക് നിൽക്കുക. ഓന്റെ നമ്മൾ കുറച്ച് വിവരവും തരേപോലെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിടിപാട് കുറവാണെങ്കിൽ പിടിപാടുള്ള ആളെ നമ്മളെ കൂടെ നിർത്തണമെങ്കിൽ ഓന സൗകര്യത്തിനൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മളും ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കതായിരിക്കും സൗകര്യം. നമ്മൾ നേരെ ചെല്ലുന്നത് മക്കയുടെ മുറ്റത്ത്, നമ്മൾ പരിശുദ്ധ കഅബയുടെ മുറ്റത്തേക്കാണ് നമ്മൾ തവാഫ് ചെയ്യാൻ വേണ്ടി ചെല്ലേണ്ടത്. നമ്മൾ നേരെ മക്കത്തെത്തുന്നു. ഹറം ഹറമിന്റെ മുറ്റത്ത് നമ്മൾ എത്തിച്ചേർന്നു. അസീസയിൽ നിന്ന് വന്നു വലിയ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പരിശുദ്ധ കഅബയിൽ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് നമ്മൾ എത്തി. മുറ്റത്തുകൂടെ നേരെ നമ്മൾ നടക്കുന്നു. സാധാരണ നമ്മൾ കിതാബുകളിൽ വായിക്കാറുള്ളത് ബാബുസലാമിലൂടെ തവാഫിനായി കയറുക എന്നാണ്. ബാബുസലാം എന്ന് പറയുന്ന ഡോറ് ഇപ്പോൾ ഇല്ല, അത് അടച്ചു കളഞ്ഞിട്ടുണ്ട്, പണി നടക്കുന്ന ഭാഗമായതുകൊണ്ട്. ഇനി പണിയൊക്കെ കഴിഞ്ഞാൽ അത് രണ്ടാമത് റീ ഓപ്പൺ ചെയ്യുമോ എന്ന് അറിയില്ല. കാരണം സൗദി ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം അവ്യക്തമാണ്. അത് കണ്ട് പ്രത്യക്ഷമായ മാത്രമേ നമുക്ക് ഇന്നതുണ്ട് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്തുകൂടെ നമ്മൾ ചെല്ലുന്നു ആ ഭാഗത്ത് ഏത് ഡോറാണോ ഓപ്പൺ ആയിരിക്കുന്നത് ആ ഡോറിലൂടെ നമ്മൾ കടക്കുകയാണ്. നമ്മൾ കടക്കുന്നതിന് മുമ്പായി ചെരുപ്പഴിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ കവർ ഉണ്ടെങ്കിൽ ആ കവറിൽ നിങ്ങൾക്ക് ചെരുപ്പ് നിക്ഷേപിക്കാം. അല്ലെങ്കിൽ മസ്ജിദുൽ ഹറാമിന്റെ എൻട്രൻസിന്റെ ഭാഗത്ത് ഇത്തരം ചെറിയ കവറുകൾ അവിടെ ഉണ്ടാകും. ആ കവറുകൾ എടുത്ത് കവറുകളിൽ നിക്ഷേപിക്കാം. നജസില്ല നമ്മുടെ ചെരുപ്പില്ലെങ്കിൽ ആ ചെരുപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നതിന് വിരോധമില്ല. അല്ല എങ്കിൽ പള്ളിക്കകത്ത് കയറി അവിടെ യഥേഷ്ടം ബോക്സുകൾ ഉണ്ടാകും. ആ ബോക്സുകളിൽ നമ്മുടെ ചെരുപ്പുകൾ വെക്കുക. വെച്ച ബോക്സിന്റെ നമ്പർ ഓർത്തു വെക്കണം. അല്ല എങ്കിൽ ആ ചെരുപ്പ് തിരിച്ചു കിട്ടൂല. കാരണം എല്ലാ ബോക്സും ഒരേ മാതിരി ഉണ്ടാവുക. അപ്പൊ നമ്മൾ ചെരുപ്പഴിച്ച് കവറിൽ വെച്ച് പള്ളിയിലേക്ക് കയറുന്നു. മസ്ജിദുൽ ഹറാമിന്റെ ഡോറിലൂടെ അകത്ത് കയറുകയാണ്. മക്കയിലെ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഹറാം. ലോകത്ത് 1ാം സ്ഥാനത്തുള്ള പള്ളിയാണത്. വലത് കാലെടുത്ത് വെച്ച് കയറുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലീ അബ്വാബ റഹ്മതിക്. ബാബുസലാമിലൂടെ കയറുമ്പോൾ ചെല്ലൽ സുന്നത്തുള്ള ഒരു ദിക്റുണ്ട്, അതും കൂടെ കൂട്ടി ചെല്ലാം. ബാബുസലാമിലൂടെ കയറാൻ കഴിയാതെ പോയത് നമ്മുടെ കാരണത്താലല്ല. അതുകൊണ്ട് ചെല്ലാം. അല്ലാഹുമ്മ അൻതസ്സലാം ومنك السلام وإليك يرجع السلام حينا ربنا بالسلام وأدخلنا برحمتك تبارك ربنا وتعاليت يا ذا الجلال والإكرام. ചെല്ലി പള്ളിക്കകത്തേക്ക് കടന്നു. നമ്മൾ പള്ളിയുടെ മുന്നോട്ട് പോവുക. നമ്മൾ പള്ളിയുടെ മുന്നോട്ട് ഇങ്ങനെ നടന്ന് കുറെ മുന്നോട്ടെത്തിയാൽ പരിശുദ്ധമായ കഅബാലയം നേരെ നേരെ കാണും. കഅബ ആദ്യം കാണുന്ന സമയത്തുള്ള ദുആക്ക് ഉത്തരമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ ആദ്യം കാണുന്ന സമയത്ത് എന്താണോ ഒരാൾ ദുആ എടുക്കേണ്ടത് ആ ദുആക്ക് ഉത്തരം ഉണ്ടാവും. എന്താ ദുആ ചെയ്യേണ്ടത്? പല മഹാന്മാരും പല കാര്യത്തിനും ദുആ ചെയ്തതായി കാണാം. ചില മഹാന്മാർ ദുആ ചെയ്തത് അല്ലാഹുവേ ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ ദുആക്കും നീ ഉത്തരം ചെയ്യണേ അല്ലാ എന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെ മരിക്കണവരെ അയാൾ ചെയ്യുന്ന എല്ലാ ദുആക്കും ഉത്തരം ഉണ്ടാവും. വേറെ ചില മഹാന്മാർ ദുആ ചെയ്തത് അല്ലാഹുവേ ഈമാനോടെ ജീവിപ്പിക്കുകയും ഈമാനോടെ മരിപ്പിക്കുകയും ചെയ്യണേ എന്നാണ്. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാഹു ഈമാനോടുകൂടെയുള്ള മരണം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ്സ് നൽകി മരണം ഖൈറാകുമ്പോൾ ഈമാനോടെ മരണപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യം ദുആ ചെയ്യാം. കഅബ ആദ്യമായി കാണുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുണ്ട്. ഹജ്ജിന്റെ പുസ്തകം നിങ്ങളെ കയ്യിലുണ്ടാകുന്ന നോക്കിയാൽ കാണാം. അത് ചൊല്ലുക. കഅബ കാണുന്ന സ്ഥലത്തെത്തുമ്പോൾ അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വതക്രീമൻ
وتعليما ومهابا وزد من شرفه وحج وزد من شرفه ممن حجه وبأتمره تشريفا وتكريما وتعظيما ومهابا തുടങ്ങുന്ന ദിക്റുകൾ ചൊല്ലുക. അതൊക്കെ ചൊല്ലി ദുആ ചെയ്ത് നമ്മൾ വീണ്ടും നേരെ മുന്നോട്ട് നടക്കുന്നു. ദുആ ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മത്താഫിലേക്ക് ഇറങ്ങുക. മത്താഫ് എന്ന് പറഞ്ഞാൽ കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മത്താഫ് എന്ന് പറയുന്നത്. കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലമാണ് മത്താഫ്. മത്താഫിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഇനി നമുക്ക് തവാഫ ചെയ്യാനുള്ളത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് ജമാഅത്തിന്റെ സമയം നടക്കാൻ, ജമാഅത്ത് നടക്കാൻ എന്നാ ജമാഅത്ത് കൂടി നമസ്കരിക്കും. നമ്മൾ നേരെ പള്ളിയിലേക്ക് കടന്നു, മത്താഫിലേക്ക് ചെന്നു. തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് നമുക്ക് തവാഫാണ് ചെയ്യേണ്ടത്. തവാഫ് എവിടുന്ന് ചെയ്യണം? എവിടുന്ന തവാഫ് തുടങ്ങേണ്ടത്? ഉംറ 4 കർമ്മമാണ്. 1 ഇഹ്റാം ചെയ്തു കഴിഞ്ഞു, 2 തവാഫ്. അതിനപ്പം നമ്മളിവിടെ വന്ന് തവാഫ് ഒരാൾ തുടങ്ങേണ്ടത് ഹജർ അസ്വദുള്ള മൂലയിൽ നിന്നാണ്. കഅബക്ക് 4 മൂലയുണ്ട്. അതിൽ ഒരു മൂലയിലാണ് ഹജർ അസ്വദ് ഉള്ളത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ തവാഫ് ചെയ്യേണ്ട രീതി കാണിച്ചു കൊടുത്തു, തവാഫ് കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിനോട് പറഞ്ഞു, എന്നിട്ട് ഈ മൂലക്കെന്നാ തവാഫ് തുടങ്ങണ്ടേ? ഇബ്രാഹിം റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ് ഇന്ന മൂലയിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് എന്റെ പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് എങ്ങനെ മനസ്സിലാവാൻ? അപ്പോഴാണ് അള്ളാന്റെ കൽപ്പന ഉണ്ടായത് ഹജർ അസ്വദ് എടുത്തിട്ട് ആ മൂലയിൽ വെക്കാൻ. അങ്ങനെയാണ് ഹജർ അസ്വദ് ആ മൂലയിലെത്തിയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹജർ അസ്വദ് പ്രകാശമാനമായിരുന്ന കല്ലായിരുന്നു. അതിനെ ചുംബിച്ചാളുകളുടെ ദോഷങ്ങളൊക്കെ ഏറ്റെടുത്ത് കറുത്തുപോയതാണത്രേ. പണ്ട് പ്രകാശിക്കുമായിരുന്നു ആ കല്ല് എന്നാണ്. നാളെ സമയം ഉണ്ടെങ്കിൽ ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം കാണിച്ചു തരുമ്പോൾ ഞാൻ ആ വിഷയം ആ സമയത്ത് പറയാൻ ശ്രമിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ സമയം കുറച്ച് അതിലൊരു നിക്കാഹ് ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ടാണ് ഞാൻ പോണത്. ഒരു നിക്കാഹ് നടന്നില്ലെങ്കിലുള്ള കാര്യങ്ങൾക്ക് അറിയാലോ. ഹജ്ജിന് സമയം ഇനിയുണ്ടെന്നാ പറയാം. നിക്കാഹ് നടന്നില്ലെങ്കിലുള്ള കഥ ആലോചിക്കുകയാണെങ്കിൽ കുഴപ്പം തീർത്താ തീരും. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ്, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ നേരെ മത്താഫിൽ ഇറങ്ങിയിട്ട് ചെയ്യേണ്ട ഈ ഹജർ അസ്വദുള്ള മൂല എവിടെ നോക്കണം. ആ മൂല തിരിയാനുള്ള വഴി എന്താ? നിങ്ങൾ മത്താഫിൽ ഇറങ്ങിയിട്ട് തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ഇറങ്ങി ചുറ്റുഭാഗത്തും ഇങ്ങനെ നോക്കിയാൽ പള്ളിയുടെ ബിൽഡിങ്ങിലോ പണി നടക്കുന്ന ഭാഗമാണെങ്കിൽ ആ മറച്ച ഭാഗത്തോ ഒരു പച്ച ട്യൂബ് ലൈറ്റ് കാണാനും കഴിയും. ഇപ്പോഴും അങ്ങനെ തന്നെ. ആ പച്ച ട്യൂബ് ലൈറ്റ് ഉള്ള നേരെയുള്ള മൂലയിലായിരിക്കും ഹജർ അസ്വദ് ഉണ്ടാകും. അപ്പൊ നല്ല സുഖമാണ്. അത് നോക്കിയിട്ട് നല്ല തിരക്കുണ്ടാവും. നമ്മൾ ആ മൂലക്ക് നേരെ പോയി നിൽക്കുക. കഅബ ഇടതു ഭാഗത്താക്കിയിട്ട് നിയ്യത്ത് ചെയ്യാം. എന്താ കഅബ ഇടതു ഭാഗത്താക്കിയിട്ട് നിയ്യത്ത് ചെയ്യേണ്ടത്? അതിനു മുമ്പ് പുരുഷന്മാർ ചെയ്യേണ്ടത് അവരവരുടെ മേലെ ഇട്ടിരിക്കുന്ന മേൽമുണ്ട് എടുത്ത് അതിന്റെ നടുഭാഗം വലതു തോളിനടിയിലൂടെ എടുത്ത് 2 അറ്റങ്ങളും ഇടതു തോളിന്റെ മുകളിൽ വെക്കണം. ഇതിനാണ് ഇൽത്തിബാ വേഷം ധരിക്കുക എന്ന് പറയുന്നത്. മഖാം ഇബ്രാഹിം പോന്നോ? ഇതാണ് ഇൽത്തിബാ വേഷം ധരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇൽത്തിബാ വേഷം ധരിച്ച് കഅബ ഇടതുഭാഗത്താക്കി നിന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഉംറയുടെ തവാഫ് 7 തവണ കഅബാലയം ചുറ്റി ഞാൻ നിർവഹിക്കുന്നു. ശുദ്ധി വേണം, വുദൂ വേണം. മെൻസസ് ഉള്ള സ്ത്രീകൾ തവാഫ് ചെയ്യരുത്. റൂമിൽ ഇരിക്കുക. ശുദ്ധിയായതിനു ശേഷം കുളിച്ചു വൃത്തിയായിട്ട് അവർ തവാഫ് ചെയ്യാവൂ. ഇഹ്റാം ചെയ്യുന്നതിന് വിരോധമില്ല എന്നല്ല, ഇഹ്റാം അവർ ചെയ്യണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നേരെ വന്നു, നമ്മൾ നിയ്യത്ത് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കൈ പൊക്കിപ്പിടിച്ച് 3 തവണ ഹജർ അസ്വദിന്റെ നേരെ കൈ പൊക്കിപ്പിടിച്ച് ഇസ്തിലാമ ചെയ്യുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. നമ്മൾ തവാഫ് തുടങ്ങുന്നു. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم إني أعوذ بك من الشك والشرك والكفر والنفاق وعذاب القبر. بسم الله الله أكبر, بسم الله الله أكبر, بسم الله الله أكبر.
അവിടുന്ന് ചുറ്റുപാടും ഒന്നായി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനശ് ശർക്കി വശ്-ശിർകി വൽ കുഫർ വൻ-നിഫാഖി വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ അദില്ലനി തഹ്ത ദില്ലി അർശിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക. അല്ലാഹുമ്മ അസ്തനി മിൻ ഖശി നബിയിക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോ ഒന്നായി. അങ്ങനെ 7 തവണ കഅബാലയം ചുറ്റണം. അതാണ് തവാഫ്. ഇതിൽ ആദ്യത്തെ 3 തവണ, പിന്നീട് സഅയുള്ള തവാഫാണെങ്കിൽ ആ തവാഫിൽ ആദ്യത്തെ 3 തവണ പുരുഷന്മാർ റമ്ല് നടക്കൽ സുന്നത്താണ്. ഈ തവാഫിന് ശേഷം സഅയ് ഉണ്ട്. കാരണം ഇനി ഉംറന്റെ സഅയ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ 3 ചുറ്റിലും പുരുഷന്മാർ അല്പം ഉളറി നടക്കൽ സുന്നത്താണ്. അതിനാണ് റമ്ല് നടത്തം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 എണ്ണത്തിൽ. പിന്നെ ഉള്ള തവാഫിലൊക്കെ സാധാരണ പോലെ നടക്കുക. സ്ത്രീകൾ എല്ലാ തവാഫിലും സാധാരണ പോലെ നടക്കുക. ശ്രദ്ധിക്കുക, തവാഫിന്റെ നിബന്ധന ശുദ്ധി നിർബന്ധമാണ്. വുളൂ മുറിഞ്ഞാൽ ആ ആള് പോയി വുളൂ പുതുക്കി വരികയും എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് ബാക്കി ചെയ്യുകയും ചെയ്യുക. ആദ്യം മുതൽ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത്. 2, കഅബ ഇടത് തെറ്റാൻ പാടില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് ഇടത് തെറ്റിയാൽ തവാഫ് ബാത്തിലാവും. ഒരാൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ബേക്കുള്ള ആളെ തിരിഞ്ഞു നോക്കി നിൽക്കുക. ബേക്കുള്ള ഓളെ എവിടെയും തിരിഞ്ഞു നോക്കി അയാൾ നടക്കുന്ന സമയത്ത് കഅബ ഇടത് തെറ്റി, തവാഫ് ബാത്തിലാവും. ഇടത് വല്ല സ്ഥലത്തും തെറ്റി എന്ന് തോന്നിയാൽ എവിടെയാണോ തെറ്റിയത് അവിടെ നിന്ന് കഅബ ഇടതുഭാഗത്താക്കിയിട്ട് തന്നെ ബാക്കി തവാഫ് പൂർത്തിയാക്കണം. 2, 3 കഅബ ചെയ്യുന്ന ആൾ കഅബ തൊട്ടുകൊണ്ട് തവാഫ് ചെയ്യരുത്. കഅബ തൊട്ടുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് ബാത്തിലാകും. എന്തുകൊണ്ട്? കഅബാലയത്തിന്റെ ചുമരുള്ളത് തറയുടെ അല്പം ഉള്ളിലാണ്. അപ്പൊ ചുമരൊരാളിങ്ങനെ തൊട്ട അയാളെ കൈ കഅബന്റെ ഉള്ളിലാവും. തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരം കഅബയിൽ നിന്ന് വെളിയിലാവുക എന്നത് നിബന്ധനയാണ്. അതുകൊണ്ട് കഅബ തൊട്ടുകൊണ്ട് ഒരാൾ തവാഫ് ചെയ്താൽ തവാഫ് ബാത്തിലാകും. 7 തവണയാണ് കഅബാലയം ചുറ്റേണ്ടത്. 7 എണ്ണത്തിൽ കുറഞ്ഞാലും തവാഫ് പൂർത്തിയാവില്ല. അപ്പൊ ഒരാൾക്ക് സംശയം 6 7 ഏറ്റവും ചുരുങ്ങിയത് പിടിച്ച് ബാക്കിയായാൽ പൂർത്തിയാക്കണം. തവാഫിലെ നിബന്ധനകളാണ്. അതേപോലെ തവാഫിൽ എന്ത് ചൊല്ലണം? എന്തും ചൊല്ലാം. ഇന്നത് പ്രത്യേകമായി ചൊല്ലണം എന്ന ഒരു നിബന്ധനയും തവാഫിലില്ല. ഒരാൾ ഒന്നും മിണ്ടാതെ തവാഫ് ചെയ്തത് എന്നാലും അയാളുടെ തവാഫ് ശരിയാണ്. ഒരു തകരാറില്ല. ഒന്നും അയാൾ മിണ്ടിയതേ ഇല്ല. വായ അടക്കി പിടിച്ചാൽ തവാഫ് ചെയ്ത് അയാളുടെ തവാഫ് ശരിയാണ്. ഇനി ഒരാൾ പച്ച മലയാളത്തിൽ ജോയിൻ ചെയ്യുന്നു, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം റബ്ബേ, എത്ര ദൂരത്തുനിന്ന് പൈസ ഒക്കെ മുടക്കിയിട്ട് ഞാൻ വന്നത്, നീ പുറത്തു തരും എന്ന് കേട്ടിട്ടാണ്. റബ്ബേ നീ മാപ്പാക്കി തരണേ അല്ലാ. പടച്ചോനെ എന്റെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ രോഗമൊക്കെ നീ സുഖപ്പെടുത്തി തരണേ അല്ലാ. മലയാളത്തിൽ ദ്വാരക്കാം. നിസ്കാരത്തിൽ അറബിയല്ലാതെ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഖുതുബ അറബിയിലാവണം. ഇബാദത്തിൽ അല്ലാഹു പരിഗണിച്ച ഭാഷ അറബിയാണ്. പക്ഷേ ഹജ്ജിലും ഉംറയിലും അല്ലാഹു ഇന്ന ഭാഷയാകണം എന്ന ഒരു നിബന്ധനയും അല്ലാഹു വെച്ചതയില്ല. വലിയ അനുഗ്രഹം നമുക്ക്. നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാം, ദിക്റ് ചൊല്ലാം, ദുആ ചെയ്യാം, ഖുർആൻ ഓതാം, എന്തുമാകാം തവാഫിൽ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സ്വഹാബി തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് ഈ സ്വഹാബി പറയുന്നത് യാ കരീം, യാ കരീം, യാ കരീം, യാ കരീം. ഇത് മാത്രം 7 തവാഫിലും ഇയാൾ പറഞ്ഞത് യാ കരീം, യാ കരീം, യാ കരീം, യാ കരീം, യാ കരീം, യാ കരീം. തവാഫ് കഴിഞ്ഞ പാട് റസൂലുള്ളാഹി ചോദിച്ചു ഐനല്ലദീ ഖാല യാ കരീം, യാ കരീം എന്ന് പറഞ്ഞ ആളെവിടെ? ഈ സ്വഹാബി മിണ്ടിയിലെ പിടിച്ചിട്ട് ഐനല്ലദീ ഖാല യാ കരീം, യാ കരീം എന്ന് പറഞ്ഞ ആളെവിടെ? ഇയാൾ പേടിച്ചിട്ട് മിണ്ടിയില്ല. 3ാമത്തെ റസൂൽ യാ കരീം എന്ന് പറഞ്ഞ ആളെവിടെ? അപ്പൊ ഈ സ്വഹാബിക്ക് പേടിയായി. ഇനി പിണ്ടിയിട്ടില്ല റസൂൽ ഇപ്പൊ എന്തേലും പറയും. നേച്ചെന്നിട്ട് പറഞ്ഞു ആന യാ റസൂലല്ലാഹ്, ഞാനാ നബി, ഞാൻ പറഞ്ഞത്. ഇയാൾ പറഞ്ഞത് വല്ല തെറ്റുമായി പോയി എന്ന് ബേജാറായിട്ട് അനീച്ചെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു ഖദ് ഇസ്തജാബല്ലാഹു ദുആഅക, അല്ലാഹു നിങ്ങളുടെ ദുആക്ക് ഉത്തരം ചെയ്തിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇയാൾ ആകെ പറഞ്ഞു യാ കരീം. എന്തൊക്കെ മനസ്സിൽ വെച്ചിട്ട് അയാൾ യാ കരീം എന്ന് പറഞ്ഞു, അതൊക്കെ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് പരിശുദ്ധമായ കഅബാലയത്തിന് അടുത്തുള്ള നമ്മുടെ തവാഫ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു പെടവ് കാണാം. അങ്ങനെ ഇതേപോലെ ഒരു സാധനം കാണാം, ഒരു ചുമരിങ്ങനെ വളച്ചു കെട്ടിയത്. അതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത്. ഇത് കഅബയുടെ ഭാഗമാണ്.
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചപ്പോ ഇതേ രീതിയിലാണ് അടിത്തറ. ഖുറൈശികളുടെ പഴയ കാലഘട്ടത്തിലും കഅബ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഖുറൈശികളുടെ കാലഘട്ടത്തിൽ കഅബ പുനർനിർമ്മിച്ചവർ തീരുമാനിച്ചു ഹലാലായ സ്വത്ത് കൊണ്ട് മാത്രമേ കഅബ ഉണ്ടാക്കുള്ളൂ. അവരുടെ കയ്യിലുള്ള ഹലാലായ സ്വത്ത് മുഴുവൻ അവർ എടുത്തു നോക്കുമ്പോ കഅബ പൂർണ്ണമായി ഉണ്ടാക്കാനുള്ള സ്വത്തോലെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്തു അറിയോ? കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ടാണ് അവർ കഅബ ഉണ്ടാക്കിയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങളുടെ കാലം കഴിഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കി അതേ രീതിയിൽ ഉണ്ടാക്കി. പക്ഷെ പിൽക്കാലത്ത് വന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി ആ കഅബ പൊളിച്ചിട്ട് പഴയ ഖുറൈശികൾ ഉണ്ടാക്കി അതേ രീതിയിൽ കഅബ ഉണ്ടാക്കി. അതുകൊണ്ട് ഇത് കഅബയുടെ ഉൾഭാഗത്തുപെട്ടതാണ്. ഇതിലൂടെ ഒരാൾ മുറിച്ചു കടന്ന് തവാഫ് ചെയ്താൽ തവാഫ് ശരിയാവുകയില്ല. ഇത്രയും കാര്യങ്ങൾ തവാഫിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. തവാഫ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. തവാഫ് കഴിഞ്ഞാൽ മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം. മഖാമി ഇബ്രാഹിം ഇവിടെ അങ്ങനെ വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. മഖാമി ഇബ്രാഹിമിന്റെ പൊസിഷൻ ഏകദേശം ഇവിടെ വരും. ശരിയല്ലോ. കഅബയുടെ ഈ ഭാഗം നാളെ നമ്മൾ പറയും. ലാസ്റ്റ് ക്ലാസ് അവസാനിക്കത് പറഞ്ഞുകൊണ്ടാണ്. കഅബയുടെ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എന്തുകൊണ്ട്? ഹജർ അസ്വദുള്ള മൂല ഇവിടെയാണ്. കഅബയുടെ വാതിൽ ഇവിടെയാണ്. മഖാമു ഇബ്രാഹിം ഇവിടെയാണ്. സംസം കിണറും ഈ ഭാഗത്താണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഭാഗം. അപ്പോ മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. തൊട്ട് പിന്നിൽ തന്നെ നിസ്കരിക്കാൻ കഴിയില്ല. തവാഫ് നിസ്കരിക്കാവുന്നതാണ്. അവിടെ നമുക്ക് പ്രത്യേകം കാണാം, പോലീസുകാർ റിബണൊക്കെ കിട്ടിയിട്ട് ആളുകൾക്ക് നിസ്കരിക്കാൻ സ്ഥലം സൗകര്യം ചെയ്തുകൊണ്ട് അവിടെ പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. നിയ്യത്ത് ചെയ്യേണ്ടത് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഖിബലക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിസ്കരിച്ച സലാം വീട്ടി അവിടെ തന്നെ ഇരുന്ന് പരിശുദ്ധമായ കഅബാലയം നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം. ആ ദുആ ഏടിൽ നോക്കി നിങ്ങൾക്ക് കാണാം. ആ ദുആ ചെയ്യാം. അല്ലാത്ത ദുആ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിലെന്തോ ഒരു കത്തുണ്ട്. ഇത് പൊളിക്കാതെ എന്റെ കയ്യിൽ തരണം എന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ മൂപ്പരെന്തോ കിട്ടിയത് പോക്കറ്റിൽ എന്ന് വിചാരിക്കരുത്. പൊളിക്കാതെ എന്റെ കയ്യിൽ തരണമെന്ന് എഴുതിയിട്ടുണ്ട് എന്റെ മേലെ. അതുകൊണ്ടായിരിക്കും പൊളിക്കാതെ സംഘാടകർ കൊണ്ടുവന്നു തന്നത്. എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ വായിച്ചു നോക്കും. മനസ്സിലായല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ബാങ്കിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അതിൽ 1000 രൂപ പലിശ കിട്ടിയിരുന്നു. അത് എന്തു ചെയ്യണം? ആർക്ക് കൊടുക്കണം? ഒന്ന് പറഞ്ഞു തരുമോ? ഇത് വലിയ സൂയിപ്പുള്ള കാര്യമാണ്. എന്താ ചെയ്യാ? എന്ത് ചെയ്താലും ഇത് കൊടുക്കാണ് ആ സംഗതി. നമുക്ക് നാളെ പറയാം എന്താ ചെയ്യാന്നല്ല. എന്തായാലും ഒരു വല്ലാത്തൊരു കുടുക്ക. ഇനി നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ്. 1-2 നിക്കാഹുള്ളത് കൊണ്ട് ഒരു 4:30 അവിടെ എത്തണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ നേരത്തെ വിടുന്നു. ഇന്നത്തെ 1 മണിക്കൂറും നാളത്തെ 2 മണിക്കൂർ 3 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ നാളെ എനിക്ക് തരണം. അവർ നാളെ ഒരു 6 മണി 6:30 പോകാൻ കഴിയുള്ളൂ എന്നുള്ള നിലയ്ക്ക് ഒരു 6 മണിക്ക് ഇൻഷാ അല്ലാഹ് പോകാൻ കഴിയും എന്ന അവസ്ഥയിലേ നിങ്ങൾ നാളെ വരാവൂ. നേരത്തെ വരണം. നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കും. ഭക്ഷണം ഇവിടുന്നേ കഴിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം പോകുമ്പോൾ പൊതിഞ്ഞു കൊണ്ടോണ്ടി. നാളെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വീട്ടിലാരും പോകേണ്ട. ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം തയ്യാർ ചെയ്തതാണ്. വേറെ ഒരു സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതല്ല. അതേപോലെ നാളെ നിങ്ങൾക്ക് ഈ സദസ്സിൽ വെച്ച് അവസാനം ഒരു സമ്മാനം തരും. നിങ്ങൾക്ക് പാറക്കടവ് ഈ കമ്മിറ്റിയുടെ വകയായി നിങ്ങൾക്ക് അവസാനം ഒരു സമ്മാനവും കൂടെ തന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞേക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാനിന്ന് ദുആ ചെയ്യുന്നു പോലുമില്ല. എന്തുകൊണ്ടാ? ദുആ ഒക്കെ നാളത്തേക്ക് മാറ്റിവെക്കണം. ഇന്ന് നിങ്ങൾ വേഗം പിരിഞ്ഞു പോകും. നാളെ നേരത്തെ പോയി ടോക്കൺ എടുത്ത് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു വേഗം തിരിച്ചു വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ഈ സംവിധാനമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വളരെ വിപുലമായൊരു ക്ലാസ് ആക്കി നമുക്കിത് മാറ്റാൻ കഴിയണം. ഒന്നുകൂടെ നമ്മൾ ആലോചിക്കുന്ന നോമ്പിന്റെ മുമ്പ് തന്നെ ഈ ക്ലാസ് നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അടുത്ത വർഷം മുതൽ നോമ്പിന് മുമ്പാകുമ്പോൾ ഒന്നുകൂടെ സൗകര്യമാവും. നമ്മൾ നോമ്പിന് ശേഷം ആലോചിച്ചത് ആജിമാർക്ക് എപ്പോഴും ഓർമ്മിക്കാൻ സൗകര്യം അടുത്താണ് എന്ന് കരുതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, 2 ഗർഭിണികളായ മക്കളെ ഞാൻ വീട്ടിലാക്കിയിട്ടാ പോകുന്നത്. വല്ലാത്ത ഒരു ത്യാഗത്തിന്റെ മനസ്സാണ്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു ആ 2 സഹോദരിമാരുടെയും പ്രസവം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ.
വേറൊരു സഹോദരൻ അപകടപ്പെട്ട് കാലിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള അവസ്ഥയിലാണ് പോകുന്നത്. എന്താകും എന്ന ബേജാറിലാണ്. അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹുവിന്റെ അതിഥിയല്ലേ. പടച്ചറപ്പ് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ അവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മയൊക്കെ അള്ളാഹു പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂട്ടുകയും നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് കഅബയുടെ ഓരത്ത് പുണ്യനബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുകയും ചെയ്യട്ടെ. പടച്ചവനെ ഏറെ ആഗ്രഹിച്ചിട്ടാണ് റബ്ബേ ഞങ്ങൾ ഈ പരിശുദ്ധ കർമ്മം ചെയ്യാൻ പോകുന്നത്. അള്ളാഹുവെ, ഇതൊക്കെ ഞങ്ങൾ ഈ ത്യാഗം സഹിച്ച് ചെയ്തിട്ട് നിനക്കൊരു പ്രതിഫലവും എന്റെ അടുത്തില്ലടാ എന്ന് നീ തിരിച്ചു പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുത് റബ്ബേ. എത്രയോ കഷ്ടപ്പെട്ടും പണം ചെലവഴിച്ചും തടികൊണ്ടധ്വാനിച്ചും അള്ളാഹുവെ പോകുന്നത് നീ ഫലവത്താക്കി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.